ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നൊരു ചോക്ലേറ്റ് കട്ട് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇന്ന് ഞാൻ കേക്ക് എങ്ങനെയാണ് നൈഫോ അല്ലെങ്കിൽ ഒരു ടൂൾസും ഇല്ലാതെ എങ്ങനെ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാം, അതല്ലെങ്കിൽ ലെയർ ആക്കി എടുക്കാം എന്നുള്ളതിൻ്റെ ഒരു ട്രിക്ക് ഇതിൽ പറയുന്നുണ്ട്. അടുത്ത പ്രാവശ്യം നിങ്ങൾ കേക്ക് തയ്യാറാക്കുന്ന സമയത്ത് ഈ ട്രിക്ക് നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കി നോക്കണം. ഇത് യൂസ്ഫുള്ളാണോ അല്ലേ എന്ന് എന്നെ അറിയിക്കണം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. അതുകൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന് എനേബിൾ ചെയ്ത് കൊടുത്താലേ ഞാനിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. നമുക്കിന്ന് ഒരു ചോക്ലേറ്റ് കട്ട് കേക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ തീരെ വെള്ള നനവില്ലാത്തൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ വെള്ള നനവില്ലാത്ത ബൗൾ എടുക്കാനായിട്ട് പ്രത്യേകം നോക്കണം. പിന്നെ ഞാനിവിടെ ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ബീറ്ററോ ഓവനോ ഒന്നും യൂസ് ചെയ്യണില്ല. ഇവിടെ ഒരു അരിപ്പ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് മെഷറിംഗ് കപ്പ് കൊണ്ട് 1 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് മെഷറിംഗ് കപ്പ് കൊണ്ട് 1/4 കപ്പ് കോക്കോ പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നല്ല കളറുള്ള ഡാർക്ക് കളറുള്ള കോക്കോ പൗഡറാണ്. അതുകൊണ്ട് ഇതിലേക്ക് ഇനി എക്സ്ട്രാ കോഫി പൗഡർ ഒന്നും ചേർത്ത് കൊടുക്കണ്ട. ഇതിൻ്റെ കൂടെ തന്നെ അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഈ മിക്സ് ഒരു 2-3 വട്ടം കൂടിയും അരിച്ചെടുത്താൽ നമ്മുടെ കേക്കിന് നല്ല സോഫ്റ്റ്നെസ് കിട്ടും കേട്ടോ. ഇനി ഇതൊരു സ്റ്റാപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. എഗ്ഗ് ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറാണ് എടുത്തേക്കണത്. മിക്സിയുടെ ജാറിൽ തീരെ വെള്ളമില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം നോക്കണം. അതിനുശേഷം 2 കോഴിമുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കുകയാണ്. നിങ്ങൾ കേക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോകുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു പാത്രത്തിലും വെള്ള നനവ് തീരെ ഉണ്ടാകാനായിട്ട് പാടില്ല. ഈ കോഴിമുട്ടയിലേക്ക് നമുക്ക് മെഷറിംഗ് കപ്പ് കൊണ്ട് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ പൊടിക്കാത്ത പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തേക്കണത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം. ഇതൊരു 1 മിനിറ്റ് നേരം മാത്രം അടിച്ചെടുത്താൽ മതി. മുട്ടയും പഞ്ചസാരയും കൂടി ചേർത്തിട്ട് 1 മിനിറ്റ് നേരം അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് മെഷറിംഗ് കപ്പ് കൊണ്ട് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. കൂടാതെ മെൽറ്റ് ചെയ്ത ബട്ടറും ഇതിലേക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ആവും. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്നും കൂടിയും 1 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് അടിച്ചെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. വാനില എസൻസ് ചേർത്തിട്ട് ഒരു 30 സെക്കൻഡ് മാത്രം മിക്സിയിൽ അടിച്ചെടുത്താൽ മതി. ഇനി ആ മിക്സ് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. നമ്മളിപ്പോൾ ഈ കോഴിമുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ടുള്ള ബൗളിലും വെള്ളം നനവില്ലാതിരിക്കാനായിട്ട് പ്രത്യേകം നോക്കണം കേട്ടോ. ഇനി ഈ ബൗളിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റിൻ്റെയും മൈദയുടെയും കൂട്ട് കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കാം. വളരെ കുറച്ചായിട്ട് ചേർത്ത് ഇളക്കി കൊടുക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഒറ്റ ട്രിപ്പിൽ മുഴുവനായിട്ടിട്ട് ഇളക്കിയാൽ നമ്മുടെ മിക്സ് ആകെ കട്ട പിടിക്കും. ഞാനിവിടെ 1 ടീസ്പൂൺ വിനാഗിരി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കുകയാണ്. ഈ മിശ്രിതം ഞാൻ ഈ കേക്കിൻ്റെ മിക്സിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ തൊട്ട് മുൻപ് മാത്രമേ സോഡാപ്പൊടിയും വിനാഗിരിയും ചേർത്തിട്ടുള്ള ഈ മിശ്രിതം ഈ കേക്കിൻ്റെ കൂട്ടിലേക്ക് ചേർക്കാനായിട്ട് പാടുള്ളൂ. അതല്ലെങ്കിൽ നമുക്ക് കേക്ക് കറക്റ്റായിട്ട് പൊന്തി വരില്ല. ഞാനിവിടെ കേക്കിൻ്റെ മിക്സ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ പാത്രം ഞാൻ എണ്ണയൊക്കെ തടവി ബട്ടർ പേപ്പറൊക്കെ വെച്ച് സെറ്റാക്കി എടുത്തിട്ടുള്ള പാത്രമാണ്. ഞാനിവിടെ ഒരു സ്റ്റീൽ പാത്രത്തിലാണ് കേക്കിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ച ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പോണത് ഒരു കുക്കറിലാണ്. ഒരു കുക്കർ ഒരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ കേക്കിൻ്റെ ട്രേ ഇറക്കി വെച്ച് കൊടുക്കാം. കുക്കറിൻ്റെ മൂടി കൊണ്ട് മൂടി വെച്ച് കൊടുക്കാം. അതിനുശേഷം ഒരു 45 മിനിറ്റ് നേരത്തേക്ക് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഗ്യാസിൻ്റെ ഫ്ലെയിം അനുസരിച്ചിട്ട് കുക്കിംഗ് ടൈമിന് വ്യത്യാസം വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഒരു 50 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിവിടെ കേക്ക് പുറത്തെടുത്ത് വെച്ചേക്കാണ്.
ഈ കേക്കിൻ്റെ സൈഡിലുള്ള ബട്ടർ പേപ്പറൊക്കെ നമുക്കൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. കേക്ക് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ കേക്ക് ഇനി ലെയർ ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ഇന്നൊരു ട്രിക്ക് പറയാൻ പോവാണ്. ഇവിടെ തുന്നാൻ ഉപയോഗിക്കുന്ന നൂലാണ് എടുത്തേക്കണത്. അത് 2 ലെയറായിട്ട് എടുത്ത ശേഷം ഇതുപോലെ കേക്ക് എവിടെയാണോ കട്ട് ചെയ്യേണ്ടത് അവിടെ കറക്റ്റായിട്ട് വെച്ചിട്ട് ക്രോസ് ചെയ്ത് പിടിക്കുക. ക്രോസ് ചെയ്ത് പിടിക്കാനായിട്ട് മറക്കരുത്, ക്രോസ് ചെയ്ത് പിടിക്കണം. അതിനുശേഷം നന്നായിട്ടൊന്ന് ടൈറ്റാക്കി കൊടുക്കുക. അപ്പോൾ ടൈറ്റ് ആക്കുന്നതിൻ്റെ അനുസരിച്ചിട്ട് കറക്റ്റായിട്ട് കേക്കിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ത്രെഡ് ഇങ്ങനെ ഇറങ്ങി പോകുന്നതായിരിക്കും. അങ്ങനെ പെർഫെക്റ്റായിട്ട് നമുക്ക് കേക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഒരു കേക്ക് കട്ട് ചെയ്യേണ്ട മെഷീൻ്റെ ഒന്നും ആവശ്യമില്ല. അടിപൊളിയായിട്ട് നമുക്ക് കേക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ട്രിക്ക് നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി നോക്കണം. ഇത് വളരെ ഈസി ആൻഡ് സിമ്പിൾ ആയിട്ടുള്ളൊരു ട്രിക്കാണ്. ഞാൻ ഇന്ന് ഈ ട്രിക്ക് നിങ്ങളെ കാണിക്കാനും കൂടിയിട്ടാണ് ഈ ചോക്ലേറ്റ് കേക്ക് തയ്യാറാക്കിയെടുത്തത്. ഇനി നമ്മൾ ഒരു ലെയറും കൂടി ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെ എല്ലാ ലെയറും ഞാൻ മുകളിലേക്ക് വെച്ച് കൊടുത്ത് ഈ ത്രെഡ് കൊണ്ട് തന്നെ 4 കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നൈഫോ അതുപോലെ ഒരു ഉപകരണങ്ങളുടെയും ആവശ്യമില്ല. നമുക്ക് കറക്റ്റായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇതുപോലെ 4 കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ സൂപ്പർ ടേസ്റ്റിലുള്ള കട്ട് കേക്ക് ഇവിടെ തയ്യാറായിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ കാപ്പിക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. ഈ കട്ട് കേക്കിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ് പുരട്ടാട്ടോ. അപ്പോൾ ഈ കട്ട് കേക്ക് ഒന്നും കൂടി സോഫ്റ്റായിട്ട് കിട്ടും, ഒന്നും കൂടി ടേസ്റ്റി ആയിട്ടും കിട്ടും. നിങ്ങളെല്ലാവരും ഇതുപോലൊരു കട്ട് കേക്ക് തയ്യാറാക്കാനായിട്ട് നോക്കി നോക്കണം. അതിനുശേഷം ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത്. പുതിയൊരു വീഡിയോവുമായിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. ടിൽ ദാൻ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.